എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വ്യക്തി ഓർത്തത് കാണുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ഇനിയും നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. പക്ഷെ ആ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മറ്റ് ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നും ആ അവസ്ഥയിലൂടെ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നും ഉള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ആ ജീവിതത്തിലെ പുരോഗതിയെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി തിരിച്ച് വരാൻ. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി തിരിച്ച് വരില്ല എന്ന് ഉറപ്പുള്ളപ്പോഴും നിങ്ങളുടെ മനസ്സ് ആ വ്യക്തി തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ മറ്റാർക്കും കൊടുക്കാത്ത സ്നേഹം ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട്. ആ വ്യക്തി നൽകിയ സ്നേഹം, ആ സ്നേഹം 10 മടങ്ങ് തിരിച്ചു കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അല്പം പോലും തിരിച്ചു കിട്ടാത്തൊരവസ്ഥ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷയോടെ ആ വ്യക്തിയെ അപ്രോച്ച് ചെയ്യുമ്പോഴും ആ വ്യക്തി പൊട്ടിത്തെറിക്കുകയോ അതുവരെ ഇല്ലാത്ത ഒരു ക്രോധം കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ പിന്മാറിപ്പോരുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ പിന്മാറിപ്പോരുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു സഹതാപം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ ഒരിക്കലും അത് പ്രാവർത്തികമാകുന്നില്ല, ഒരിക്കലും അത് യാഥാർത്ഥ്യമാകുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവായ ഒരു കാര്യം സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ നടക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ആ വ്യക്തിയുടെ പക്കലിൽ നിന്നൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് നടക്കാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടാവുക. ആ വ്യക്തിയുടെ ഇഷ്ടത്തെ ഒരിക്കലും തള്ളിക്കളയാനോ തിരസ്കരിക്കാനോ നിങ്ങൾക്കാകുന്നില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അളവ് നോക്കിയിട്ടല്ല നിങ്ങൾ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിച്ചേ തീരൂ, ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നുള്ളൊരു ശപഥം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതനുസരിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയില്ലാതെ അല്പം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഒഴിവാക്കി കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയാത്തത്. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ സ്നേഹം ജീവിതകാലം മുഴുവനും ലഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അതിന് സാധ്യതയില്ലെങ്കിൽ പോലും ഇപ്പോഴതിനൊരു സ്വാഭാവികമായൊരു പ്രതികരണം അനുകൂലമായി പോലും ലഭിക്കാത്തപ്പോഴും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് അതിന് തന്നെയാണ്. കാരണം ആ സ്നേഹം നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നും അകന്ന് മാറിപ്പോകാൻ അധികകാലം കഴിയില്ല. കാരണം ആ സ്നേഹം ആ വ്യക്തിയുടെ ഹൃദയത്തിലെ തുറക്കാത്ത പല വാതിലുകളും തുറക്കപ്പെടുകയാണ് ഓരോന്നോരോന്നായി. അത് പെട്ടെന്ന് സംഭവിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യക്തിക്ക് നിങ്ങൾ അവസാനം അറ്റ് ലാസ്റ്റ് നിങ്ങളെ സ്നേഹിക്കേണ്ടി വരും. അല്ലാതെ ആ വ്യക്തിക്ക് പോകുംവഴികളൊന്നുമില്ല. ആ വ്യക്തിക്ക് അങ്ങനെ മുന്നോട്ട് പോകാനും കഴിയില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എത്തിച്ചേരേണ്ടി വരും. അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം ആ വ്യക്തിക്ക് ആ സ്നേഹത്തെ ഇനി തള്ളിക്കളയാൻ കഴിയില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം ഇനി തിരസ്കരിച്ച് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല.
അത് കൃത്യമായി ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു സാധ്യതയുമില്ല തിരിച്ചു വരാൻ ആ വ്യക്തിയെന്ന് നിങ്ങൾ കരുതുമ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടി വരുന്നു, നിങ്ങളെ ഉൾക്കൊള്ളേണ്ടി വരുന്നു. ഇനി അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ വ്യക്തിയുടെ സ്നേഹം ഒരു തുള്ളി പോലും മായാതെ നിങ്ങളിലേക്ക് എത്തുന്നു. അത് നിങ്ങൾക്ക് കൃത്യമായി അനുഭവിച്ചറിയാൻ കഴിയുന്നു. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നിങ്ങൾക്ക് തിരസ്കരിക്കപ്പെട്ട ആ വ്യക്തിയുടെ സ്നേഹം തിരിച്ചു കിട്ടുകയാണ്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അഗാധമായി നിങ്ങൾക്കറിയാൻ കഴിയുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ സ്നേഹത്തെ പുൽകുവാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടും. ഇപ്പോഴത്തെ സാധ്യതയില്ലായ്മ കണ്ട് നിങ്ങൾ വ്യസനിക്കുന്നുണ്ട്, കൃത്യമായിട്ടറിയാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ആ സ്നേഹം നിങ്ങളിലേക്ക് എത്തും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.